റമളാനായിട്ട് സ്നാക്ക് ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നമുക്ക് ഹെൽപ്ഫുള്ളാവും എന്നറിയാമല്ലേ. സോ ഞാനിന്ന് എത്തിയിട്ടുള്ളത് കോഴിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ചിക്കനും കടലപ്പരിപ്പും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മൈദപ്പൊടി എടുക്കുക, തുള്ളി നെയ്യും ഉപ്പും ചേർത്ത് ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. മതി ഇത്രയും മതി. ഇനി കുക്കറൊന്ന് തുറന്നു നോക്കിയാലോ. നമ്മുടെ ചിക്കനും കടലപ്പരിപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് മസാലക്ക് ചേർക്കാനാണ്. ആ നേരം കൊണ്ട് ഇതാ പരിപ്പൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളി തക്കാളി അതുപോലെ നമ്മൾ ആ അരച്ച് വെച്ച പേസ്റ്റ്, പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന തന്നെ ചപ്പിൻ്റെ ഇലയാണ് കേട്ടോ അത്. ഇത്രയും റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണ വയ്ക്കുക, ചൂടായി വന്നാൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വലിയുള്ളി ഇടുക, കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ അതും തക്കാളിയൊക്കെ കൂടെ ചേർത്തിട്ട് ഒന്നിത് മിക്സ് ചെയ്തുകൊണ്ട് ഇടിക്കുന്നുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ചപ്പ് പുതിന ഇടുക, മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല. നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചിക്കനിൽ പരിപ്പിലൊക്കെ ചേർത്തതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പരിപ്പും ചിക്കനൊക്കെ മസാലയിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്ങൊക്കെയുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൈദ ഒന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്നിങ്ങനെ പത്തിരി പ്രസ്സമ്മ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഫില്ലിങ് അതിൽ നിറയ്ക്കുക. നമ്മൾ ഈ ഒരു വശം അവിടെ ആക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ സൈഡിൽ നിന്ന് മടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ക്യാമറ മാനേജ് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്ന കോലത്തിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ മടക്കുന്നത് എനിക്ക് ഒറ്റ കൈയായിട്ട് റെഡിയാക്കാൻ പറ്റാത്തതാണ്. തന്നെ രണ്ട് കൈയായിട്ടും ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. സോ അതുപോലെ എല്ലാം മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും സംഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ എണ്ണ ചൂടാക്കാം, നമ്മളതൊന്ന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മാവ് കുഴക്കുമ്പോൾ നെയ്യ് ചേർത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് ചേർക്കാൻ ഒട്ടും മറക്കാതിരിക്കാം. ഏതായാലും ഇതാ അടിപൊളിയായിട്ട് നമ്മളെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയൽ? നമ്മുടെ നാട്ടിൽ കോഴിയട എന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരുകളിലാവുമല്ലോ എല്ലാ സ്നാക്ക് ഐറ്റംസും അറിയപ്പെടുക. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.